പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നോമ്പുകാല ചിന്തകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് വീണ്ടും, അല്ലെങ്കിൽ നോമ്പിൻ്റെ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ വലിയ നോമ്പിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ പരിശുദ്ധ സഭ ഈ നോമ്പ് നമുക്കായി അനുവദിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് അനുഷ്ഠിക്കുവാനുള്ള അവസരം നമുക്ക് തരുമ്പോൾ, എന്തുകൊണ്ടാണ് സഭ ഈ ഒരു നോമ്പിനെ ഇത്ര ഗൗരവമായി കാണുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെയും അല്ലെങ്കിൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രായശ്ചിത്തിൻ്റെയും ഒക്കെയായ ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നോമ്പിന് ഒരു പ്രത്യേകതയോ പ്രാധാന്യമോ കൊടുക്കാതെ ജനം ഇതിനെ വളരെ ലാഘവത്തോടു കൂടി കാണുക? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു ജഡമോഹ ആസക്തിയിൽ നിന്നും തിരികെ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു അനുഗ്രഹത്തിൻ്റെ കാലഘട്ടമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ഈ സാഹചര്യം ഒരുക്കി തരിക. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും നിരവധി മേഖലകൾ നോമ്പുമായി കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ്, ഈ മൂന്ന് മേഖലകളിലും ഒരു വിശുദ്ധീകരണത്തിനുള്ള ഒരു സാധ്യതയാണ് ഈ നോമ്പിലൂടെ നമ്മൾ കാണുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപവസിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉപവാസം എന്ന് പറയുന്ന ആ ഒരു മേഖലയെക്കുറിച്ചാണ്. പരിശുദ്ധ ബൈബിൾ എടുത്താൽ നോമ്പിൻ്റെ ഉത്ഭവത്തിന് മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട്. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൽ നിന്നും കനി അല്ലെങ്കിൽ ഫലം കഴിക്കരുത്, കഴിക്കുന്ന നാളിൽ നീ മരിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകം 2:17 ദൈവത്തിൻ്റെ കൽപ്പന. ഈ ഒരു കൽപ്പനയെ ലംഘിച്ച് ആ ഒരു കനി കഴിക്കുമ്പോൾ, അതെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൽപ്പനയെ ആദവും ഹവ്വയും അത് ലംഘിക്കപ്പെടുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സംസർഗവും അവർക്ക് നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഈ നോമ്പ് കാലഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത്, നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ്റെ സമൃദ്ധി ഒരു വ്യക്തിക്ക് തിരിച്ചു തരുവാൻ സ്വർഗം തുറന്ന് ഒരു ദാസന്റെ രൂപമെടുത്ത് യേശുക്രിസ്തു ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു മഹനീയ കാര്യമായി പരിഗണിക്കാതെ ഒരു ദാസന്റെ രൂപം, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് കടന്നു വരികയും പിതാവായ ദൈവത്തിൻ്റെ ഹിതം യേശുക്രിസ്തു ഇവിടെ നിറവേറ്റുകയും പാപപരിഹാര ബലിയിലൂടെ ആദവും ഹവ്വയും ചെയ്ത പാപത്തിൻ്റെ പരിഹാരമായി ഇന്ന് ഈ മാനവരാശി മുഴുവൻ നേരിടുന്ന പ്രതിസന്ധിക്ക് യേശുക്രിസ്തു നമുക്ക് പരിഹാരം കാൽവരിയിൽ തൻ്റെ കുരിശുമരണത്തിലൂടെ നൽകുന്ന ഓർമ്മ ആചരിക്കുന്ന ഈ ഒരു മേഖലകളിൽ അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഈ അവസരത്തെ നമ്മൾ വിനിയോഗിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക. യേശു പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിൾ എടുക്കുമ്പോൾ ആ ബൈബിളിൻ്റെ ഫുട് നോട്ടിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചില കയ്യെഴുത്തു പ്രതികളിലൊക്കെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റായി ഈ 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പറയുന്നത്, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമല്ലാതെ
ഈ വർഗം പുറത്ത് പോവുകയില്ല. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ ഒരു സൈഡ് പ്രാർത്ഥനയും ഒരു സൈഡ് ഉപവാസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്ന് വെച്ചാൽ ബൈബിൾ എടുത്താൽ പഴയ നിയമത്തിൽ ജോയൽ പ്രവാചകൻ 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവിൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴെങ്കിലും എന്ന് പറയുമ്പോൾ ഈ നോമ്പുകാലം എന്ന് നമുക്കതിനെ ഒന്ന് കൂട്ടിയോജിപ്പിക്കാം. എന്നിട്ട് എന്താണ് പറയുക? ഉപവാസത്താൽ, വിലാപത്താൽ, നെടുവീർപ്പിനാൽ, പൂർണ്ണ ഹൃദയത്തോടെ. എവിടെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുതലും സാന്നിധ്യവും സംസർഗവും നമുക്ക് നഷ്ടമായി എന്ന് തോന്നിയാൽ തിരികെ വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെ കൂട്ടിച്ചേർക്കുകയാണ്, നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. അപ്പം ഈ നോമ്പുകാലത്ത് അടിസ്ഥാനപരമായി ഒരു വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിയുടെ മടങ്ങി വരവാണ്. രണ്ടാമത് എന്താണ് പറയുന്നത്? ആ മടങ്ങി വരവ് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ അരികിലേക്ക് മടങ്ങി വരണം. പിന്നെന്താ പറയുന്നത്? നമ്മുടെ ഹൃദയം കീറണം. വസ്ത്രമല്ല, ഹൃദയം ഒന്ന് കീറി ദൈവത്തിലേക്ക് വരണം എന്ന് ബൈബിൾ പറയുന്നു. അതിൻ്റെ കാരണം എന്താണ്? നമ്മൾ സുഭാഷിതങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 4-ാം അധ്യായം 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടുകൂടി സൂക്ഷിക്കുക. ജീവൻ്റെ ഉറവകൾ നിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഒഴുകുക. അപ്പം ഹൃദയത്തിൽ നീ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദനയാകാം, വെറുപ്പാകാം, വിദ്വേഷമാകാം, പകയാകാം, അങ്ങനെ ഏതു മേഖലകളുണ്ടെങ്കിലും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് എന്താ പറയുന്നത്? ക്ഷമിക്കുവാൻ പറ്റാത്ത അസൂയയിലൂടെ, വേദനയിലൂടെ ഒക്കെ കടന്നു പോകുന്ന ജനത്തിൻ്റെ നടുവിൽ എന്ത് ചെയ്യണം? അത് ക്ഷമിച്ചും അത് പോട്ടേന്ന് വെച്ചും എന്താ പറയുന്നത്? നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദനിപ്പിക്കുന്ന, അസൂയപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന സകല മേഖലകളെയും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇറക്കി വെച്ച് പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഒരു മടങ്ങി വരവ് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിശുദ്ധീകരിക്കണം. അതിന് നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടാകണമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. അപ്പം സന്തുഷ്ടമായ ഒരു ഹൃദയം ആരോഗ്യദായകമാണ് എന്ന് 17-ാം അധ്യായം 22-ാം വാക്യം സുഭാഷിതങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം വചനം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞാൽ, ഒരു സന്തുഷ്ട ഹൃദയമായി നമ്മുടെ ജീവിതം മാറിയാൽ ദൈവത്തിങ്കിലേക്ക് നമുക്ക് മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ സമയത്ത് സാത്താനികമായ ശക്തികൾ നമുക്കെതിരെ എടുത്തു വെച്ചിരിക്കുന്ന സകല മേഖലകളെയും നമുക്ക് തകർക്കുവാൻ പറ്റും. പുതിയ നിയമത്തിലേക്ക് വന്നാൽ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം, ജോർദാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യേശുക്രിസ്തു കടന്നു വന്നു എന്ന് ആ ലൂക്കോയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് വന്ന യേശുക്രിസ്തുവിനെ ആത്മാവ് നയിക്കുന്നത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്കാണ്. 40 ദിവസത്തെ എന്താ പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും ആ നീണ്ട ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ ഉപവാസത്തിലൂടെ കടന്നു പോയ യേശുക്രിസ്തുവിന് വിശന്നു. ഈ വിശക്കുന്ന സമയത്ത് പ്രലോഭകനായ സാത്താൻ യേശുക്രിസ്തുവിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ്. എന്താണ് പറയുക? ആദ്യത്തെ പ്രലോഭനം എന്താണ്? കല്ലുകൾ അപ്പമാകുവാൻ പറയണം. കാരണം ഈശോയ്ക്ക് വിശക്കുന്ന സാഹചര്യം. അപ്പം ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകുവാൻ നീ കൽപ്പിക്കണം. രണ്ടാമത് എന്താണ് പറയുന്നത്? ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടണം. മൂന്നാമത് എന്താ പറയുക? നീ എന്നെ എന്താ പറയുന്നത്? ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ഒന്ന് ആരാധിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്ന മൂന്നാമത്തെ പ്രലോഭനവും വരികയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, ഈ 3 പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ ഇതൊന്നും ശരീരത്തിന് വെളിയിലല്ല, ഇതെല്ലാം ശരീരത്തെയാണ് ആക്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെയാണ് ആക്രമിക്കുക. ഈ പ്രലോഭനവും ഈ പ്രതികൂലവും എന്താ പറയുന്നത്, സാത്താൻ ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. അപ്പം നമ്മുടെ മനസ്സ് എന്താ പറയുക, മൈൻഡ് ഈസ് എ ബാറ്റിൽ ഫീൽഡ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ യുദ്ധം നടക്കുന്നത് ഈ പ്രലോഭനം വേണോ വേണ്ടയോ ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ കൂട്ടുന്നത് നമ്മുടെ ഉള്ളിലാണ്. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് നിൻ്റെ ഹൃദയം ഒന്ന് കീറണം, വസ്ത്രമല്ല എന്ന് ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എങ്ങനെയാണ് യേശുക്രിസ്തു ഈ പ്രലോഭനങ്ങളെ ഒന്ന് അതിജീവിച്ചത്? സാത്താനുമായി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ പ്രതികൂലമൊന്നും യേശുക്രിസ്തുവിന് നേരിടേണ്ടി വരികയില്ലായിരിക്കാം. പക്ഷേ ഇവിടെ നമുക്കറിയാം, സാത്താൻ എന്ന് പറയുക നുണയനും നുണയുടെ പിതാവുമാണ് എന്ന് എന്താ പറയുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 8:44 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നുണയായിരിക്കാം. ഒരു പക്ഷേ നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറയുന്നതും ഒരു നുണയുടെ പിതാവിൽ നിന്നും വരുന്ന നുണയായിരിക്കാം. എന്നാൽ യേശു എങ്ങനെയാണ് ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്? യേശു എങ്ങനെ ഈ പ്രലോഭനത്തെ അതിജീവിച്ചു എന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും എന്താ പറയുന്നത്, നമുക്ക് പാഠമാകേണ്ട മേഖലകളാണ്. ഇപ്പോൾ ഒരു വ്യക്തി എടുത്താൽ മദ്യപിക്കണം, ഇതൊരു പ്രലോഭനമാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു നെഗറ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് ഈ മദ്യപിക്കേണ്ട വ്യക്തിക്ക് ഇത് വേണ്ട എങ്കിലും ഈ നെഗറ്റീവ് ഫോഴ്സ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രേരണ തരും. കാരണം ഈ ഫോഴ്സിന്, ഈ സാത്താനിക ദുരാത്മാക്കൾക്ക് മദ്യം ആവശ്യമായതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താ പറയുക, ഈ സംഘർഷം തരികയും അറിയാതെ ഈ നെഗറ്റീവ് ഫോഴ്സ് മദ്യപിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന സ്വയംഭോഗമാകാം, അല്ലെങ്കിൽ പോണോഗ്രാഫി ആകാം, മാസ്റ്റർബേഷൻ ആകാം. ഏത് തെറ്റിൻ്റെയും ഉറവിടം, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് ആദ്യം നമ്മുടെ മൈൻഡിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുക. പിന്നീട് അത് നമ്മൾ ചിന്തിക്കും, പിന്നീട് അതിനെ നമ്മൾ എങ്ങനെയാണോ അത് ആ ഒരു പാപത്തിലേക്ക് നടക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഘർഷത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മിലത് സംഭവിക്കുക. യേശു എന്ത് ചെയ്തു? കല്ല് അപ്പമാകണം. അപ്പം ഒരു പൈശാചികമായ ഒരു പ്രേരണ അവിടെ കടന്നു വരുമ്പോൾ യേശു എന്ത് ചെയ്തു? യേശു എങ്ങനെയാണ് ആ പ്രലോഭനത്തെ അതിജീവിച്ചത്? കല്ലുകൾ അപ്പമാകണം എന്നുള്ള ആ ഒരു പ്രലോഭനത്തെ യേശുക്രിസ്തു അതിജീവിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അത് വെറുതെ പറയുന്നതല്ല. പഴയ നിയമം എടുത്താൽ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഈശോയുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാമത്തിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പ്രലോഭനത്തെ യേശു അതിജീവിച്ചു. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഈ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണു പോവുകയാണ്. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുക, പ്രലോഭനങ്ങളിൽ വീഴാതെ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുവാൻ പറയുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും, അതുപോലെ എന്നെ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിക്കണമെന്ന് പറയുമ്പോൾ നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്ന് പറയുന്ന ആ കൽപ്പന, ആ ദൈവവചനം എടുത്തു വെച്ചുകൊണ്ട് സാത്താൻ്റെ പ്രലോഭനങ്ങളെ യേശുക്രിസ്തു അതിജീവിക്കുകയാണ്. യേശു ഈ 3 മേഖലകളെയും ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ അതിജീവിച്ചപ്പോൾ ബൈബിൾ പറയുകയാണ്, സാത്താൻ അവനെ വിട്ടുപോയി. അപ്പോൾ ഓർത്തുകൊള്ളുക, അപ്പം പാപത്തിൻ്റെ ഒരു ആസക്തി നമ്മുടെ മുകളിലേക്ക് സാത്താൻ ഇട്ടു തരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്താൽ യേശുക്രിസ്തു ചെയ്തതുപോലെ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മളെ ഒരിക്കലും സാത്താന് അടിമപ്പെടുത്തുവാൻ സാധിക്കുകയില്ല. അപ്പോൾ 40 ദിവസത്തെ ഉപവാസവും അല്ലെങ്കിൽ ഈ പ്രലോഭനത്തെ യേശുക്രിസ്തു അതിജീവിച്ച് കഴിയുകയും ചെയ്തപ്പോൾ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ്, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് പോയി. അപ്പം
ഒരു പ്രലോഭനത്തെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്തുകൊള്ളണം, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യേശുക്രിസ്തു കടന്നു വന്നു. പിന്നെയാണ് പ്രലോഭനം, ആത്മാവിൻ്റെ ശക്തി പിന്നെയാണ് ലഭിക്കുക. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വന്ന യേശുക്രിസ്തു ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിൻ്റെ ശക്തി, അപ്പോസ്തലപ്രവൃത്തികൾ 1:8 എന്താ പറയുന്നത്? പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പം യേശുക്രിസ്തു പോലും ആ ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് ഗലീലയിലേക്ക് തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുവാനായി കടന്നു പോവുക. അപ്പം ഉപവാസത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? അമാനുഷികമായ അല്ലെങ്കിൽ പ്രലോഭനത്തെ അതിജീവിക്കുവാനുള്ള ഒരു ശക്തി, അത്ഭുതകരമായ ഒരു ശക്തി ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിന് ബലമുണ്ടാകുന്നു, ആത്മീകമായ ഒരു ശക്തി നമുക്ക് ലഭിക്കുകയാണ്. പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ളൊരു ശക്തി ലഭിക്കുകയാണ്. ശത്രുവിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുകയാണ്. ആത്മശരീര മാനസങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മശക്തി നമ്മിൽ നിറയുകയാണ്. അതിനപ്പുറമായി വിശ്വാസം നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുകയാണ്. ദൈവവുമായുള്ള ആത്മബന്ധം നമ്മുടെ ഉള്ളിൽ നിറയുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നമുക്കറിയാം, പ്രളയം വന്നു, വൈറസ് വന്നു, അല്ലെങ്കിൽ കോവിഡും അതുപോലെയുള്ള പകർച്ചവ്യാധികളും കഷ്ടതയും ഒക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി. ഇതൊക്കെ കാണുമ്പോൾ ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാനും നമ്മുടെ മനസ്സ് പുതുക്കി ഒരു രൂപാന്തരീകരണം പ്രാപിക്കുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ നോമ്പുകാലം ദൈവം നമുക്ക് അതിനായി അനുവദിച്ച് തരികയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ നമ്മൾ കണ്ടു, ഇസ്രായേലിൻ്റെ ആ തകർന്നു കിടക്കുന്ന മതിലുകളെ പുനരുദ്ധരിക്കുവാൻ വേണ്ടി നെഹെമ്യാ എന്ന പ്രവാചകൻ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുകയാണ്. നമ്മളൊന്ന് ബൈബിള് പരിശോധിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത്. നെഹെമ്യാ പ്രവാചകൻ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേട്ടു. എന്താണ്? ഇസ്രായേലിൻ്റെ മതിലുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു, അതിലൂടെ കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാതിരിക്കുവാൻ, ഇസ്രായേലിൻ്റെ തകർന്നു കിടക്കുന്ന മതിലുകളെ പുതുക്കിപ്പണിയുവാൻ നെഹെമ്യാ എന്തു ചെയ്തു എന്ന് നിങ്ങൾ ആ നെഹെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. നെഹെമ്യാ നിലത്തിരുന്നു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു, കരഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു, ദിവസങ്ങളോളം വിലപിക്കുകയും ഉപവസിക്കുകയും ചെയ്തു എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. അത് എപ്പോഴാണ് നെഹെമ്യാ ആ ഒരു കാര്യത്തിലേക്ക് കടന്നു വന്നത്? ഒരു വിഷയത്തെ നെഹെമ്യാ അറിയുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയെക്കുറിച്ച് കേട്ടു. കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഒരു പ്രതികൂലം. എന്ത് ചെയ്തു? പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു പോകുന്ന നെഹെമ്യാ വിഷയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു കാര്യം, ഒന്നുകിൽ അത് നന്മയാകാം, അല്ലെങ്കിൽ അത് തിന്മയാകാം. ഒന്നുകിൽ അത് തകർച്ചയാകാം, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധിയാകാം, പ്രതികൂലമാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മനുഷ്യൻ്റെ ബുദ്ധിക്ക് അസാധ്യമായ കാര്യങ്ങൾ ബൈബിൾ പറയുന്നില്ലേ, ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. അപ്പം അത് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൊടുക്കണം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പം നമ്മുടെ അവസ്ഥയ്ക്കൊന്ന് മാറ്റമുണ്ടാകുവാൻ, നമ്മുടെ സാഹചര്യങ്ങളൊന്ന് മാറുവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും നമ്മൾ കടന്നു പോയാൽ അത് വലിയ അനുഗ്രഹമാകുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരുപക്ഷെ നിങ്ങൾ ഉപവസിക്കുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന, കളിയാക്കുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിലോ കുടുംബത്തിലോ ഒക്കെ കടന്നു വരും. പക്ഷെ ഓർക്കേണ്ട ഒരു വിഷയം എന്തെന്നറിയാമോ? നെഹെമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പരിഹസിക്കുന്നവരുടെ മുമ്പിൽ, കളിയാക്കുന്നവരുടെ മുമ്പിൽ, നിരുത്സാഹപ്പെടുത്തുന്നവരുടെ മുമ്പിൽ സ്വർഗസ്ഥനായ ദൈവം, വിജയം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറയുവാനുള്ള കരുത്ത് നമ്മൾ എടുക്കണം. ശത്രു ആഗ്രഹിക്കുന്നത് നമ്മുടെ ഈ പ്രതികൂലത്തിൽ തന്നെ തീർന്നു പോകണം. എന്നാൽ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം നമുക്ക് തരുന്ന ഒരു അവസരമാണ് ഈ നോമ്പുകാലം. ഇന്ന് അറിഞ്ഞോ അറിയാതെയോ വഞ്ചിക്കപ്പെട്ടോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന പാപത്തിൻ്റെ, ശാപത്തിൻ്റെ, രോഗത്തിൻ്റെ, വേദനയുടെ ഒക്കെ പ്രതികൂലത്തിൽ നിന്നും
നിന്നും തിരികെ വരുവാൻ ഈ നോമ്പുകാലം നമ്മളെ വിളിക്കുകയാണ്. അതിനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുക, ദൈവത്തിൻ്റെ വചനമെടുത്ത് കർത്താവിൻ്റെ കൂടെ ഉപവസിക്കുന്ന ഒരു തീരുമാനം ഈ നോമ്പുകാലത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പോയിന്റ് നമ്പർ 1, ബൈബിൾ എടുക്കണം. 2, കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കണം. ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ആരാധിക്കണം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഏറ്റുപറയണം. ദൈവവുമായിട്ടുള്ള ഒരു രമ്യതപ്പെടലിൻ്റെ കാലഘട്ടമായി ഇത് മാറണം. കാരണം സങ്കീർത്തനം 118 15 16 വാക്യങ്ങൾ പറയുകയാണ്, നീതിമാൻ്റെ കൂടാരത്തിൽ ജയഘോഷമുയരുന്നു, കർത്താവിൻ്റെ വലതുകരം കരുത്ത് പ്രകടമാക്കുന്നു. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ കരുത്ത് പ്രകടമാക്കുവാൻ ഒരു ദൈവമുണ്ട്. ഓർത്തുകൊള്ളുക, പുറപ്പാട് അനുഭവത്തിൽ, അതായത് അമലോക്യരുമായി യുദ്ധം ചെയ്യുന്ന ഒരു സാധ്യത ഇസ്രായേൽ ജനത്തിന് കടന്നു വരികയാണ്. മോശ ജോഷുവയോട് പറഞ്ഞു, ആൾക്കാരെ, അതായത് യുദ്ധം ചെയ്യുവാനുള്ള ഇസ്രായേൽ ജനത്തെയൊക്കെ സെലക്ട് ചെയ്ത് യുദ്ധത്തിന് പോവുക, അമലോക്യരുമായി യുദ്ധത്തിന് പോവുക. ഈ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഇവർ കടന്നു പോകുമ്പോൾ ഏറ്റവും മുമ്പിൽ വാഗ്ദാന പേടകവുമായി പുരോഹിതന്മാർ, പിന്നീട് ഓരോ ഗോത്രത്തിൻ്റെ ആ ഒരു തലമനുസരിച്ച് ഓരോരുത്തർ കടന്നു പോവുകയാണ്. ഏറ്റവും പുറകിൽ രോഗികൾ, സ്ത്രീകൾ, വൃദ്ധരായവർ, വേദനിക്കുന്നവരൊക്കെ ഏറ്റവും പുറകിൽ. ഈ അമാലോക്യർ പിറകിൽ നിന്നും വന്നും ഈ ജനത്തെ ആക്രമിക്കുകയാണ്. എന്നാൽ മോശ മലയിലേക്ക് കയറിപ്പോയി അവിടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ജോഷുവായും കൂടെയുള്ളവരും അമാലോക്യരെ പരാജയപ്പെടുത്തുകയാണ്. എന്നാൽ മോശയുടെ കരമൊന്ന് താഴ്ന്നപ്പോൾ ജോഷുവായുടെ കൂടെയുള്ളവർ തകർന്നു വീഴാൻ തുടങ്ങി. മോശയുടെ കൈകൾ കുഴഞ്ഞുപോയി, മോശയുടെ ശരീരം ഒന്ന് ക്ഷയിച്ചു പോയി. മക്കളെ, ഓർത്തുകൊള്ളുക, അഹറോനും കൂടെയുണ്ടായിരുന്ന വ്യക്തിയും മോശയെ ഒരു കല്ലിന്മേൽ ഇരുത്തി, ആ കല്ലിൻ്റെ മേൽ മോശ ഇരുന്നിട്ട് ഇവർ രണ്ടുപേരും മോശയുടെ കൈകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച സമയത്ത് ഇസ്രായേൽ ജനം ജയിച്ചു. അതുകൊണ്ടാണ് പറയുക, മോശ കൈകൾ ഉയർത്തിയപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ജയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അവിടെ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. മോശ ഇരുന്ന ഒരു കല്ലുണ്ട്, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ. പണിക്കാർ തള്ളിക്കളഞ്ഞ കല്ലെന്ന് പുതിയ നിയമത്തിലും പാറമേൽ അടിച്ചപ്പോൾ വെള്ളം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതുമായ ഒരു കരുത്തുറ്റ പാറ, ആ പാറ യേശുക്രിസ്തുവായിരുന്നു. യേശുവാകുന്ന പാറമേൽ ഇരുന്ന് കൈകളൊന്ന് ഉയർത്തി, നമുക്കൊന്നും കഴിവില്ല, എല്ലാം എൻ്റെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് കൈകൾ ഉയർത്തിയാൽ, നിങ്ങളൊന്ന് സറണ്ടർ ചെയ്താൽ, മക്കളെ, അമാലോക്യരെന്ന് പറയുക ഇന്ന് പഴയ നിയമത്തിൽ സാത്താനുമായി വളരെ അടുപ്പമുള്ള ഒരു ജനമായിരുന്നു. ആ ജനത്തെ നശിപ്പിക്കണമെന്ന് ദൈവം കൽപ്പന കൊടുത്തു. ആ ജനത്തെ നിശേഷം നശിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ അമാലോക്യരെന്ന് പറയുക സാത്താനുമായി ബന്ധമുള്ളവർ. അപ്പോൾ ഇസ്രായേൽ ജനവും സാത്താനുമായി ഉണ്ടായ ഒരു യുദ്ധം പോലെ. ഇന്ന് ആത്മീയതയിൽ കനാൻ ദേശത്തേക്കുള്ള യാത്രയല്ല, നിത്യജീവനിലേക്കുള്ള യാത്ര. അവിടെ നമ്മുടെ മുമ്പിലുള്ളത് നസ്രായനായ യേശു ക്രിസ്തു. ആ യേശുവാകുന്ന പാറമേൽ വിശ്വാസ ഭവനം പണിത് ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ സാത്താനുമായി യുദ്ധം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മളെ കാത്തിരിക്കുന്നത് നിത്യജീവൻ്റെ സന്തോഷമാണ്. ഈ നോമ്പ് കാലത്ത് നമുക്ക് യേശുക്രിസ്തു നേടിത്തരുന്നതും എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ, ആ നിത്യജീവൻ ഒരുവൻ്റെ കുരിശുവർണ്ണത്തിലൂടെ, യേശുക്രിസ്തുവിൻ്റെ കുരിശുവർണ്ണത്തിലൂടെ സ്വർഗം നമുക്ക് തിരികെ തരുവാണ്. ആ സ്നേഹത്തിലേക്ക് തിരികെ വരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. ഈ വിളി ശ്രവിക്കുവാൻ ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹമായി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കാര്യം കൂടെ, പാപം പ്രവേശിക്കുന്ന സകല വഴികളെയും അടച്ച് ഈ നോമ്പ് കാലത്ത് ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ, പ്രായശ്ചിത്തത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് ഹൃദയത്തെ കീറി മനസ്സ് പുതുക്കി രൂപാന്തരീകരണം പ്രാപിച്ച് നമുക്ക് മടങ്ങി വരാം. ഈ നോമ്പ് കാലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.